എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചായക്കട പലഹാരമായ ബോണ്ട അല്ലെങ്കിൽ ഉണ്ടംപൊരി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. ഇവിടെ ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് എക്സ്ട്രാ ചേർക്കുന്നുണ്ട്, ഒരു എക്സ്ട്രാ ടേസ്റ്റിനും അതുപോലെ തന്നെ എണ്ണ അധികം കുടിക്കാതിരിക്കാനും വേണ്ടി. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഈ ഒരു ബോണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഇതുപോലുള്ള റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 100 ml, അതായത് ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെയുള്ള ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മധുരത്തിന് നിങ്ങൾക്ക് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ശർക്കരയാണ് ചേർത്തിട്ടുള്ളത്. ഇതിന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ചെറിയ ഏലക്കയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒഴിച്ചിട്ടാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ മൈദ എടുക്കാം, അല്ലെങ്കിൽ ഹാഫ് ഗോതമ്പ് പൊടി മൈദ ഇങ്ങനെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പ് മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ ഇത് പൊങ്ങി വരാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ്. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ സോഡാപ്പൊടി അല്ലെങ്കിൽ അപ്പക്കാരമാണ്. ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ട് ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാനിവിടെ 2 ഇൻഗ്രീഡിയൻസ് കൂടി എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേതാണ് റവ. 2 ടേബിൾ സ്പൂണോളം റവ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റവ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ബോണ്ട പുറമേ നല്ല ക്രിസ്പിയും അകമേ സോഫ്റ്റും ആകും. അതുപോലെ തന്നെ ഒരുപാട് എണ്ണയും കുടിക്കില്ല. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിനൊരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ട് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ശകലം തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ബാക്കിയുള്ള പഴം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് ലൂസുമല്ല ഒരുപാട് കട്ടിയുമല്ല, ആ ഒരു പരുവത്തിലാണ് മാവുള്ളത്. ഈ ഒരു മാവ് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ വറുത്ത് കോരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ ഇത് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം വറുത്ത് കോരുക. അപ്പോൾ എല്ലാം ഞാനിവിടെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന മാവിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. തീ എപ്പോഴും കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, കാരണം ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് വരണമെങ്കിൽ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ തിരിച്ചു മറിച്ചു ഇട്ട് നല്ല ബ്രൗൺ നിറാകുന്നവരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ബ്രൗൺ നിറാകുമ്പോഴാണ് ഈ ഉണ്ടംപൊരി നന്നായിട്ട് കുക്കായിട്ടുണ്ടാവുക. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉണ്ടംപൊരി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ടംപൊരിയുടെ റെസിപ്പിയാണിത്. വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ. അതുപോലെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ കൂടുതൽ ചായക്കട റെസിപ്പീസ് ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻഡ് സ്ക്രീനിലും കൊടുക്കുന്നതാണ്. ഇന്നത്തെ ഈ ഉണ്ടംപൊരിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്